മലപ്പുറത്തിന്റെ കുന്നിൻ മുകളിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ നിങ്ങൾക്ക് അവസാനമായി എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കണ്ണു കെട്ടാതെ എന്റെ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ടകൾ ഉതിർക്കണമെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് അധികാരി വർഗത്തിന്റെ മുമ്പിൽ പോയി തലകുനിക്കാത്ത ഒരു മനുഷ്യന്റെ ധീര രക്തസാക്ഷിത്വത്തിന്റെ മണ്ണാണ് മലപ്പുറം കോട്ടക്കുന്ന്. ആ കോട്ടക്കുന്നിന്റെ മുകളിൽ മറ്റൊരു സമര രക്തസാക്ഷികളുടെ സ്മാരകം പണിതുയർത്തി നിർത്തിയിട്ടുണ്ട്. 980 ഭാഷാ സമരത്തിന്റെ ധീര രക്തസാക്ഷികൾ മജീദും റഹ്മാനും കുഞ്ഞിപ്പയും. ആ 3 ധീര രക്തസാക്ഷികളുടെ സ്മാരക മന്ദിരത്തിനകത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാരിരിക്കുന്നു. അവർ ഈ മണ്ണിന്റെ മഹിതമായ പാരമ്പര്യത്തെ ലോകത്തോട് വിളിച്ചു പറയണം. മലപ്പുറം എന്ന് പറയുന്ന ലോകത്തിന് തന്നെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള സ്നേഹവും സന്തോഷങ്ങളും നൽകിയിട്ടുള്ള മണ്ണ്, സ്നേഹത്തിന്റെയും കരുതലിന്റെയും മണ്ണ്, എത്രയോ മഹാരഥന്മാരായ മനുഷ്യർക്ക് ജീവൻ നൽകിയ മണ്ണ്, അവരെ വളർത്തിയെടുക്കുകയും ലോകത്തിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തുകയും ചെയ്ത മണ്ണ്. ഈ മണ്ണിനെ കുറിച്ച് നമുക്ക് ലോകത്തോട് സംസാരിക്കണം. ഒരു ഓഫീസ് റൂമിനകത്തിരുന്ന് ഒരു കൂട്ടം യുവാക്കളുടെ ചിന്തയായിരുന്നു അത്. ആ ചിന്തയാണ് 4 രാത്രികളും 3 പകലുകളുമായി മലപ്പുറത്തിന്റെ മണ്ണിൽ നിറഞ്ഞാടിയത്. ലോകത്തോട് സംസാരിക്കാൻ വേണ്ടി മലപ്പുറത്തിനുണ്ടായ മുഴുവൻ നന്മയും പറഞ്ഞുകൊണ്ടേയിരിക്കാൻ കഴിഞ്ഞത്. ആ ഒരു സന്ദേശത്തിന്റെ പേരാണ് മാ ലവ് ലെഗസി ലിറ്ററേച്ചർ. 3 ദിവസം കഴിയുമ്പോൾ മലപ്പുറം പിന്നെയും ആ ചെറുപ്പക്കാരോട് പറയുന്നു, ഇത് ഒരു തുടക്കം മാത്രമാവണം, ഇതൊരിക്കലും ഒടുക്കമാവരുത്. ഞങ്ങൾ കേട്ടതും പറഞ്ഞതും മാടിയതും പാടിയതും ഈ മലപ്പുറത്തിന്റെ സവിശേഷതകളാണ്, ഈ മലപ്പുറത്തിന്റെ നന്മയാണ്. ഇത് വീണ്ടും ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിന് മുന്നിൽ നയിക്കാൻ നിങ്ങൾ ഉണ്ടാവണം. ആ ചെറുപ്പത്തിന്റെ പേരാണ് മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറയുന്നത്. 1000 നന്ദിയുണ്ട് മലപ്പുറമേ, കൂട്ടത്തോടെ വന്നതിന്, അച്ചടക്കത്തോടുകൂടി ഇരുന്നതിന്, രാവും പകലും കേട്ടതിന്, മൂർച്ചയുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിന്, ഏറ്റവും മനോഹരമായ ഉത്തരങ്ങൾ കേട്ടതിന്, കവിതയും കലകളും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതിന്. ഇതിനെല്ലാം നന്ദിയും കടപ്പാടുമുള്ള ഒരു ടീമുണ്ട്. അതാണ് ഷെരീഫ് കുറ്റൂരിന്റെയും മുസ്തഫ അബ്ദുൽ ലത്തീഫിന്റെയും മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ടീം. 1000 നന്ദിയും കടപ്പാടും നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുകയാണ്.